ഭാനുജി നമസ്കാരം. Hi, thank you, thank you. Indian jeweler, now all over Jesus. Oh, Mind Diamonds from Malabar. Quality fit and finish. A quality neighborhood. ഭാനുജി പ്രിന്റിൽ ആണ് തുടങ്ങിയത്, പിന്നെ TVCയുടെ തുടക്കകാലം തുടങ്ങി. അതിന്റെ ഒരു ഇപ്പൊ ഡിജിറ്റൽ ആഡിൽ വന്നിരിക്കണം. ആ ടൈം ലൈൻ മൊത്തം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ്. തിരിഞ്ഞു നോക്കുമ്പോ എന്താ തോന്നുന്നത്? ക്വൈറ്റ് എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ജേണി ആയിരുന്നു അത്. കാരണം ഞാനിത് അങ്ങനെ ഒരു അഡ്വർടൈസിങ് ഒരു പ്രീ പ്ലാൻഡ് കരിയറായിട്ട് അങ്ങനെ ചൂസ് ചെയ്തൊന്നല്ല. ഐ ജസ്റ്റ് സ്റ്റംബിൾഡ് അപ്പോൺ ബൈ ആക്സിഡൻറ്റ് എന്നൊക്കെ പറയില്ലേ. പിന്നെ അതിൽ ഒരു മേഖലയിൽ വന്ന് പെട്ടു. പിന്നെ അതിൻ്റെ കൂടെ അങ്ങനെ ട്രാവൽ ചെയ്തു. അതിൻ്റെ എല്ലാ ഒരു കോർ ഫങ്ഷണൽ ഏരിയയിലും exposure കിട്ടി. Like I started as a writer trainee long ago, in the 84. പിന്നെ അവിടുന്ന് എല്ലാ പണി ചെയ്തിട്ടുണ്ട്. ഡാർക്ക് റൂം അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്യണമെന്ന്. അന്നത്തെ ഒരു സ്മോൾ ഏജൻസി സെറ്റപ്പ്, സ്മോൾ ബ്രാഞ്ചസ്, ഹെഡ് ഓഫീസസ് ലൊക്കേറ്റഡ് ഇൻ ബോംബെ. ഇവിടെ ഒരു എന്താ പറയുക, കുറച്ച് ആൾക്കാർ എല്ലാവരും ചെയ്യുന്നൊരു രീതിയിൽ. അപ്പോൾ റൈറ്റർ ട്രെയിനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡെസിഗ്നേഷൻ ഉണ്ടെങ്കിലും ബിൽ കളക്ഷൻ വരെ ചെയ്തിട്ടുണ്ട്. ക്ലൈൻറ്റ് സർവീസിങ്, മീഡിയ ഷെഡ്യൂളിങ്, ഈവൻ നേരത്തെ പറഞ്ഞില്ലേ സ്ക്രീൻ പ്രിൻറ്റിങ്, ഡാർക്ക് റൂം അസിസ്റ്റൻറ്റ്, ഡാർക്ക് റൂം പോയിട്ട് അന്നൊക്കെ വലിയ ഡാർക്ക് റൂം ഉണ്ടാവും ഏജൻസികളിൽ. അന്നൊക്കെ കംപ്ലീറ്റ് മാനുവൽ പ്രോസസ്സ്. അപ്പോൾ അവിടെ പോയിട്ട് നെഗറ്റീവ് എക്സ്പോസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, എല്ലാ ഒരു ഫങ്ഷണൽ ഏരിയാസിലും കയറി പെരുമാറാൻ പറ്റിയിട്ടുണ്ട്. പണ്ട് ഈ ഏർലി 90s വരെയൊക്കെ കട്ട് പേസ്റ്റ് ആർട്ടിസ്റ്റ് ഒക്കെ ഇൻവോൾവ് ആയിട്ട് ഒരു കപ്പിൾ ഓഫ് ഡേയ്സ് എടുത്തിട്ടായിരിക്കും ഒരു പ്രിന്റ് ആഡ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഇന്നത് മിനിറ്റ്സ് വെച്ചിട്ടൊക്കെ ആഡും പ്രിന്റിനുള്ളതും ബ്രോഷേഴ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ. കപ്പിൾ ഓഫ് ഡേയ്സ് ഒന്നുമല്ല. അന്നത്തെ ഒരു പീരീഡിൽ എന്താ പറയുക, നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു ക്ലൈൻറ്റിനൊരു ബ്രോഷർ ഡെവലപ്പ് ചെയ്യണം. ഇറ്റ് ഈസ് എ 3 months പ്രോജക്റ്റ് അല്ല മിനിമം. അന്നത്തെ ഒരു ഇത് വെച്ചിട്ട് നൗ ഇറ്റ് ഈസ് ഹാഫ് എ ഡേയ്സ് ജോബ്. അതെല്ലാം മാനുവലി ആദ്യം അതിൻ്റെ സ്ക്രിബിളൊക്കെ ഉണ്ടാക്കി വരച്ച് പിടിച്ച് കയ്യോടെ എഴുതി എയർ ബ്രഷ് വലിയ ടെക്നിക്കാലിറ്റീസാണ്. പിന്നെ ഈ സ്ക്രേപ്പർ ബോർഡ്, എയർ ബ്രഷ്, ഫോട്ടോ ടൈപ്പ് സെറ്റിംഗ് ഒക്കെ വളരെ പിന്നെയും കുറേ കാലം കഴിഞ്ഞിട്ട് വന്നത്. ഒരു 80s ഫോട്ടോ ടൈപ്പ് സെറ്റിംഗ്, ഈ കമ്പ്യൂട്ടറൈസ്ഡ് ടൈപ്പ് സെറ്റിംഗ് വന്നത്. അതിൽ വന്നതെല്ലാം മാനുവലി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഡാർക്ക് റൂം പോയിട്ട് പ്രിൻ്റടിച്ച് ഓരോന്ന് ഒട്ടിച്ച്. ഇപ്പോൾ വലിയ റബ്ബർ സൊല്യൂഷൻ ഉണ്ടാവില്ല ഏജൻസീൻ്റെ ഇൻവെൻട്രിയിൽ. റബ്ബർ സൊല്യൂഷനാണ് വലിയ അന്നത്തെ ടെക്നോളജി എന്ന് പറയുന്നത്. ആ കാലത്ത് ആഡില് ആചാര്യന്മാർ അലീഖ് പദംസി പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. ആഡ് ഫിൽം മേക്കിങ്ങില് ഭാനുജിക്ക് അങ്ങനെ റോൾ മോഡൽസ് അറിയുന്നുണ്ടോ? ഹോണസ്റ്റ്ലി ഇല്ല. അതിന് റോൾ മോഡൽ എന്ന രീതിയിൽ അങ്ങനെ ആരെയും ഫോളോ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അന്നത്തെ ഞാൻ ഈ കരിയർ തുടങ്ങുന്ന സമയത്ത് ഓഫ് കോഴ്സ് അലീഖ് പദംസി ആൻഡ് ഓൾ എന്ന ഡിഫറെൻറ്റ് ലീഗ് ഓൾ ടുഗദർ ദോസ് ഡേയ്സ്. പറഞ്ഞിട്ടൊരു ഞാനൊരു ഏജന്റ് രവി ഗുപ്ത couple of years ago. അപ്പോൾ ആ ഏജൻസിയിൽ ഒരു ഭയങ്കര ഫോർമുലബിൾ ആയിട്ടുള്ളൊരു ആർട്ട് ആൻഡ് കോപ്പി കോംബോ ഉണ്ടായിരുന്നു. ക്രിസ്റ്റഫർ ഡി റൊസാരിയോ വാസ് ദ റൈറ്റർ. ഈസ് നോ മോർ ഇൻ അഡ്വർടൈസിങ്. പിന്നെ പ്രീതി വ്യാസ് ഗൻഹെറ്റി, ഷിറാഖ് ഹസാൻ, ഈ പ്രീതി ക്രിസ്റ്റഫർ കൂടിയുള്ളൊരു കോമ്പിനേഷൻ എന്ന് വരുന്ന ഈ ഔട്ട്പുട്ടുകളുടെ പ്രിഡോമിനൻ്റ്ലി പ്രിൻ്റ് ആർട്സ്, വെരി വെൽ റിട്ടൺ, വെരി എലഗൻ്റ്ലി ആർട്ട് ഡയറക്റ്റഡ്, കൺസെപ്ച്വലി സ്ട്രോങ്, എഫക്റ്റീവ് മെസ്സേജിങ്, ഹ്യൂമർ. അപ്പം അത് ആ ഒരു
ആ ഒരു കോംബോ ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ട് ആ കാലത്ത് ഒബ്സർവ് ചെയ്യുന്നു. ദെൻ ഓഫ് കോഴ്സ് ഐ മീൻ ദർ വാസ് ദിസ് ഗോപി കുക്ഡേ ഇൻ അഡ്വർടൈസിങ് അവന്യൂസ്, ദ മാൻ ബിഹൈൻഡ് ദ ഒനിഡ ഡെവിൾ. an art guy but very very strong, very imaginative. അപ്പോൾ അത് അങ്ങനെ കുറച്ച് പേരൊക്കെ അന്ന് നമ്മൾ ഡിസൈൻ ഒക്കെ ചെയ്യാൻ പൊതുവെ നമ്മൾ ഒരു സെറ്റ് ഫോൾഡേഴ്സ് ഒക്കെ റെഫറൻസസിന് വേണ്ടി വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല, നെറ്റിൽ ഉള്ളതുകൊണ്ട് എന്തും എവിടെയും എപ്പോൾ വേണമെങ്കിലും റെഫറൻസ് എടുക്കാം. ആ കാലത്ത് എന്തായിരുന്നു അതിനുള്ള സംവിധാനം? അന്നത്തെ ഒരു ഏജൻസി അറ്റ്മോസ്ഫിയറിൽ ലൈബ്രറി ഹാഡ് എ ബിഗ് റോൾ. എല്ലാ ലൈബ്രറിയിലും എല്ലാ ഏജൻസിയിലും നല്ല സ്ട്രോങ് കളക്ഷൻ ഓഫ് ബുക്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ ആർട്ട് ഡയറക്ടേഴ്സ് ഇൻഡെക്സ് അതൊക്കെ പറഞ്ഞിട്ട് കുറേ കമ്മ്യൂണിക്കേഷൻ ആർട്സ് മാനുവൽ, ലോഗോ ആൻഡ് ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഡിസൈൻ, കുറേ പുസ്തകങ്ങളുണ്ടാവും. ഈവൻ ബ്ലാക്ക് ബുക്കാണ് അന്നത്തെ ഒരു കാലത്ത് ബൈബിൾ. ഏജൻസിക്കാരുടെ ഇടയിൽ ഒരു ബൈബിൾ എന്നുള്ളത് ബ്ലാക്ക് ബുക്കാണ്. It's basically a compilation of a lot of good images, photographs, കുറേ different photographers. പോർട്ട്ഫോളിയോൻ്റെ ഒരു കമ്പൈലേഷൻ ആണ് ഈ ബ്ലാക്ക് ബുക്ക്. ബട്ട് ദാറ്റ് വാസ് വെരി 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 ഗുഡ് റെഫറൻസ് മെറ്റീരിയൽ. ഞാൻ പറഞ്ഞില്ല, പണ്ട് നമ്മളൊക്കെ എങ്ങനെ ചെയ്യുക, ഈ ബ്ലാക്ക് ബുക്ക് അപ്പടി ഇപ്പോൾ ക്ലയൻറ്റിന് നമുക്കൊരു ഐഡിയ പ്രൊസൻറ്റ് ചെയ്യണമെങ്കിൽ വി ടേക്ക് ദ ബ്ലാക്ക് ബുക്ക് ടു ദ ഡാർക്ക് റൂം ആൻഡ് ഷൂട്ട് ഇറ്റ്, റീകോപ്പി ഇറ്റ് ആൻഡ് ഷോ ഇറ്റ്. ചിലതൊക്കെ ബ്ലാക്ക് ബുക്കിൻ്റെ പേജ് അങ്ങനെ ടയർ ചെയ്തിട്ടൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ ചെയ്യും. ദോസ് ഡേയ്സ് ബ്ലാക്ക് ബുക്ക് ലേറ്റസ്റ്റ് എഡീഷൻ വാസ് അബൌട്ട് 2000 rupees. അതൊക്കെ 4 പ്രസൻറ്റേഷൻ കഴിയുമ്പോഴേക്കും അതിൻ്റെ പേജസൊക്കെ പിന്നെ അടുത്തത് വാങ്ങും. ബ്ലാക്ക് അങ്ങനെ കുറേ ലൈബ്രറി, റെഫറൻസ് ലൈബ്രറി ഒരു ഏജൻസിയുടെ ഒരു ഭയങ്കര പാർട്ടായിരുന്നു അന്ന്. അപ്പം അങ്ങനെ കുറേ കാലിഗ്രഫി ബുക്സ്, ഈവൻ ഇൻഡസ്ട്രിയൽ ലൈറ്റ് ആൻഡ് മാജിക്കിൻ്റെ അവരുടെ ആക്ച്വലി ദാറ്റ് ഇസ് ദെയർ പ്രൊമോഷണൽ ബ്രോഷർ, ബട്ട് ഇറ്റ് ഇസ് ഇൻ എ കോഫി ടേബിൾ ഫോർ ബുക്ക് ഫോർമാറ്റ്. അത് ഞാൻ ആദ്യമായിട്ട് ആ സാധനം കണ്ടിരിക്കുന്നത് ഒരു ഏജൻസി ലൈബ്രറിയാണ്. അപ്പോൾ അതിൽ സ്റ്റാർ വാഴ്സിൻ്റെ ഇത് ചെയ്തത്, ക്ലോത്ത് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡിൻ്റെ സ്പെഷ്യൽ എഫക്ട്സ് ആയിട്ട് ചെയ്തത്, അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡ്രോയിങ്സ്, സ്കെച്ചസ്, ആക്ച്വൽ സെറ്റ് ഡിസൈൻ. അപ്പോൾ അങ്ങനത്തെ നല്ല നല്ല പുസ്തകങ്ങളുടെ കളക്ഷൻ ഫോർച്ചുനേറ്റ്ലി ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള, എക്സ്പെഷ്യലി ഇവിടെ കൊച്ചിയിൽ ദർ വാസ് എ സ്മോൾ ഏജൻസി എന്ന് പറയുന്നത് ഒരു ബോംബെ സ്റ്റാൻഡേർഡൊക്കെ നോക്കുമ്പോൾ സ്മോൾ ഏജൻസി, ബട്ട് കൊച്ചിയിലാണ് വൺ ഓഫ് ദ ടോപ്പ് റേറ്റഡ്, വെരി ക്രിയേറ്റീവ്. അപ്പോൾ ഈ സ്പേസ് ആർഡിൻ്റെ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ ILMൻ്റെ ബുക്കൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അത് വെരി എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്നത്തെ ഒരു ബേസിക് റെഫറൻസ് എന്ന് പറയുന്നത് ത്രൂ ഈ ഇങ്ങനത്തെ പുസ്തകങ്ങളാണ്. ആ കാലത്ത് എന്തൊക്കെ പ്രോഡക്റ്റ് സർവീസസിന്റെ ആഡ്സ് ഒക്കെയാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്? ഒരുമാതിരി എല്ലാ കൺസ്യൂമർ പ്രോഡക്ട്സ് ഉണ്ടാവും, ബാങ്കിങ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓഫ് കോഴ്സ് റീറ്റെയിൽ, നോട്ട് അറ്റ് ദിസ് മാഗ്നിറ്റ്യൂഡ് വാട്ട് യു സീ ഇൻ കേരള നൗ. റീറ്റെയിലും ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, പിന്നെ ഇവിടെ കൊച്ചിയിൽ അന്നത്തെ ഒരു സിറ്റുവേഷൻ ലോട്ട് ഓഫ് എക്സ്പോർട്ട് പ്രൊമോഷൻ ബോഡീസ് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. ഇപ്പോൾ മറൈൻ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, കയ ബോർഡ്, സ്പൈസസ് ബോർഡ്. അപ്പം അങ്ങനത്തെ ഉള്ള ഈ എക്സ്പോർട്ട് പ്രൊമോഷൻ ബോഡീസ്, അങ്ങനത്തെ ക്ലൈൻസ്, അങ്ങനത്തെ ഐ മീൻ ഒരു ഇൻട്രസ്റ്റിംഗ് മിക്സാണ് അന്നത്തെ. ഈവൻ ദോ സ്മാൾ, ബട്ട് ദർ വാസ് ഇനഫ് വെറൈറ്റി ടു സ്പൈസ് ഓഫ് യുവർ അഡ്വർടൈസിങ് ലൈഫ്. TVCs ഒക്കെ യു സ്റ്റാർട്ടഡ് ബൈ മിഡ് 90s അല്ലേ? 90s എൻഡിൽ, ഒരു 97, 98 ആ പീരീഡിൽ. ആദ്യം ചെയ്ത ആഡ് എന്തായിരുന്നു? ഞാൻ ഐ ലെഫ്റ്റ് കൊച്ചിൻ, ഈ നേരത്തെ പറഞ്ഞ ഏജൻസി വിട്ടിട്ട് ബാംഗ്ലൂരിൽ പോയിട്ട് പിന്നെ കൊച്ചിക്ക് വന്നു. ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്, ദെൻ കാലിക്കറ്റ് വന്നു, ആ ബാംഗ്ലൂർ ഏജൻസിൻ്റെ ബ്രാഞ്ച്, ദെൻ കെയിം ടു കൊച്ചിൻ. അപ്പം ഇൻ ബിറ്റ്വീൻ നമ്മളൊരു ഈ പറഞ്ഞ ഒരു സംരംഭക ശൂലകത്വം ബാധിച്ച് കൊച്ചിയിൽ ചെറിയൊരു ഏജൻസി തുടങ്ങി, ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സ് കൂടിയിട്ട്.
അത് പൊട്ടിപ്പോയി. ദെൻ അഗൈൻ വെൻ ബാക്ക് ടു ദ സേഫ്റ്റി കംഫർട്ട് ഓഫ് ദ ജോബ്. ഞാൻ അങ്ങനെയാണ് ഈ കൊച്ചിയിൽ സ്പേസ് ആയിരുന്നുള്ള ഏജൻസിയിൽ ജോലി ചെയ്തത്. അവിടുന്ന് വിട്ടിട്ടാണ് ഷിഫ്റ്റ് ടു ചെന്നൈ. ചെന്നൈയിൽ ഞാൻ അവിടെ ഫ്രാങ്ക് സിമോസ് അഡ്വർടൈസിങ്ങിൻ്റെ ചെന്നൈ ബ്രാഞ്ചിൽ അസോസിയേറ്റ് ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്നു. അത് നമ്മൾ ഈ എവിടെ ചെന്നാലും എന്താ പറയുക, അപ്പോൾ അവർക്ക് ദേ ലോസ്റ്റ് സം ഓഫ് ദ മേജർ അക്കൗണ്ട്സ് ഇൻ ചെന്നൈ. വൺ ഫൈൻ മോർണിംഗ് ദ മാനേജ്മെൻറ്റ് ഡിസൈഡഡ് ലെറ്റ് us ക്ലോസ് ഡൗൺ ദ ചെന്നൈ ബ്രാഞ്ച്. സോ അഗൈൻ യു ബിക്കം അൺഎംപ്ലോയിഡ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു ചെറിയ പ്രൊഡക്ഷൻ കമ്പനി, ഒരു ആഡ് ഫിലിം കോർപ്പറേറ്റ് വീഡിയോസൊക്കെ കമ്പനിയിലായ പുള്ളീനെ അങ്ങനെ അസിസ്റ്റ് ചെയ്യും. കാരണം ജോലിയൊന്നും കൊടുത്തില്ല. ഐ ഗോട്ട് ടു ഹിസ് ഓഫീസ് എവറി മോർണിംഗ്. അങ്ങനെ അവർ ചെറിയ ചെറിയ പ്രോജക്റ്റിലൊക്കെ അങ്ങനെ ഇൻവോൾവ് ചെയ്യും. പിന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ടഡ് മീറ്റിംഗ് ഐ മീൻ ഏജൻസീസ്. കാരണം പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ക്ലയൻറ്റിൽ നിന്ന ഏജൻസികളാണ്. അപ്പോൾ മാ ബോസൽ, അന്നും ബോസലായിട്ടില്ല, അന്ന് മാ സത്താണ് തോന്നുന്നു. അപ്പോൾ ഐ ജസ്റ്റ് ടച്ച് ടു ദ റമൻ ചെന്നൈ ഓഫീസ് വൺ ഡേ. അവിടെ പോയിട്ട് ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. സോ അന്ന് അവരൊരു കൺസൾട്ടിങ് ക്രിയേറ്റീവ് ഡയറക്ടർ, ഹിസ് നെയിം ഈസ് സുന്ദോ ചാറ്റർജി. അയാളന്ന് ലോയണ കോളേജിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റി ഒക്കെയാണ്. ഹി വാസ് എൻ അസോസിയേറ്റ് വിത്ത് സത്യജിത് റേ ഓൺ മെനി ഓഫ് ഹിസ് ഫിലിംസ്. സോ ഹി ഗേവ് മീ ഒരു 10 minutes അപ്പോയിൻമെൻറ്റ്. സോ was sitting in our agency conference room ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് and suddenly the topic shifted to cinema. അങ്ങനെ 10 minute അപ്പോയിൻമെൻറ്റ് തന്ന മീറ്റിംഗ് ഒരു 1.5 hours പോയി. ഇത് ബേസിക്കലി ടോക്കിംഗ് അബൌട്ട് ഫ്രെഡറിക്കോ ഫെല്ലിനി, കുറോസാവ, അങ്ങനെ സിനിമ സത്യജിത് ഓഫ് കോഴ്സ്, ഘട്ടക്. അപ്പോൾ എനിക്ക് സിനിമയിൽ അന്നത്തെ ഈ ഉള്ളൊരു സിനിമ എന്നൊരു മീഡിയത്തിനോടുള്ള എൻ്റെ ആകെയുള്ളൊരു എക്സ്പോഷർ, ഐ വാച്ച്ഡ് quite a few good classic movies. അപ്പോൾ എന്തുകൊണ്ടോ ഞങ്ങളെ സബ്ജക്റ്റ് സിനിമയിൽ വന്നു. അപ്പം നമ്മൾ ഇങ്ങനെ അവരൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പ്രോബ്ലി അത് പുള്ളീനെന്തോ ഇമ്പ്രസ് ചെയ്തു പോകും. അപ്പോൾ ഇറങ്ങി പോരാൻ നേരത്തെ പറഞ്ഞു, ഐ ഹാവ് എ പ്രോജക്റ്റ് ഫോർ യു. സ്പെൻസേഴ്സിൻ്റെ 100 years സെൻറ്റിനറി വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. അല്ല, സ്ക്രിപ്റ്റ് they made a basic script. അതിൻ്റെ സ്ക്രിപ്റ്റ് അവരുണ്ടാക്കി. വി ഹാവ് ടു ഷൂട്ട് ആൻഡ് പ്രൊഡ്യൂസ് ഇറ്റ് ആൻഡ് ഡെലിവർ ഇറ്റ്. അപ്പോൾ അതാണ് എന്താ പറയുക, അതും ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് അവർ തന്നെയാണ്. നോ, ദാറ്റ് വാസ് ഇൻ ഡിജിറ്റൽ ബീറ്റ ക്യാം ഫോർമാറ്റിൽ, ഫിലിമിലല്ല. അപ്പം അത് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഒരു ക്യാമറയുടെ വ്യൂ ഫൈൻഡർ കൂടെ ആദ്യമായിട്ട് ഞാൻ നോക്കുന്നത്. അപ്പോൾ ദാറ്റ് വേ അതായത് എൻ്റെ ആദ്യത്തെ ഒരു ഈ ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ്, ഓഡിയോ വിഷ്വൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പീരിയൻസ്. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തതല്ല, there was a team behind. That was about half an hour. കാരണം that was chronicling ഈ സ്പെൻസേഴ്സിൻ്റെ right from the beginning അതിൻ്റെ ഹിസ്റ്ററി മുഴുവന്. സം വി ആർ ടു റീക്രിയേറ്റ് യൂസിങ് ലോട്ട് ഓഫ് ഫോട്ടോ പ്ലേറ്റ്, സ്റ്റിൽ ഇമേജസ്, പഴയ ഓൾഡ് മദ്രാസ്. അപ്പോൾ അതൊരു രസമുള്ളതൊക്കെ ആയിരുന്നു. ആ വർക്കിൽ ബാനുജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഏരിയാസ് എന്തൊക്കെയായിരുന്നു? ഞാൻ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് സം പിക്സസ് ചില ഈ ഹിസ്റ്ററി റീക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളടുത്തതിന് അസറ്റ്സ്, എക്സിസ്റ്റിംഗ് അസറ്റ്സ് വാസ് വെരി ലിമിറ്റഡ്. വി ഹാഡ് സം ഫോട്ടോഗ്രാഫ്സ്, പഴയ
ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, ഫിലിം ഫുട്ടേജസ്. പഴയ തമിഴ് സിനിമയിൽ അണ്ണാ ശാലൈ, മൗണ്ട് റോഡ് LIC. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതിൽ നമ്മൾ അന്ന് ഈ ടെക്നോളജിയൊന്നും ഇത്ര ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൽ നമ്മൾ അതിനെ സൗണ്ടൊക്കെ ബ്രില്യൻ്റായിട്ട് ഉപയോഗിച്ച് അതിനെ റീക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെ കുറേ സെഗ്മെൻറ്റിൽ ഐ ഗേവ് ദം ലോഡ് ഓഫ് ഐഡിയാസ്. നമുക്ക് ചെയ്ത് മുൻപരിചയം ഉണ്ടായിട്ട് നമുക്കത് ഇങ്ങനെ ചെയ്താലോ. മേ ബി ഇൻഡസ്ട്രിയൽ ലൈറ്റ് ആൻഡ് മാജിക്കിൻ്റെ ഈ അന്നത്തെ ഈ ആ പുസ്തകം പണ്ട് റെഫർ ചെയ്തിട്ട് നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുള്ള കുറേ ഇൻസൈറ്റ്സ് ഈ പ്രോജക്റ്റിൽ അന്ന് നമുക്ക് ഭയങ്കരമായിട്ട് തന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ബട്ട് ഞാനല്ലാതെ അതിൻ്റെ ഫൈനൽ എക്സിക്യൂഷനൊന്നും ചെയ്തിട്ടുള്ളത് മൊത്തം നമ്മൾ അറൗണ്ട് ടീമാണ്. പക്ഷെ കുറേ അങ്ങനത്തെ ഏരിയയിൽ എന്താ പറയുക, നമുക്ക് സർഗാത്മക സംഭാവനകൾ നൽകാൻ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അധികം പറ്റാവും. സ്റ്റാർട്ടിങ് തന്നെ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ സെന്ററി വീഡിയോ ചെയ്യാൻ പറ്റിയില്ലേ? അന്ന് സ്പെൻസേഴ്സ് 100% ഇന്ത്യൻ. പക്ഷെ അവരൊരു പഴയ ചരിത്രം പറയുന്നതിൻ്റെ ഒരു സുഖം, പിന്നെ ഭയങ്കര ഫ്രൂഗലായിട്ട് വർക്ക് ചെയ്യുക. ബ്രിട്ടീഷാണ്. പക്ഷേ പിന്നെ അവരൊക്കെ പോയപ്പോൾ ഇന്ത്യൻ കമ്പനി. സ്പെൻസേഴ്സ് ബ്രിട്ടീഷ് ബ്രാൻഡ്. പഴയ കാലത്തും അവിടെയൊക്കെ ഉണ്ടായി, ഷൊർണൂരും കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്ന സ്പെൻസേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. അപ്പോൾ അതാണ് ആദ്യമായിട്ടൊരു ഒരു ഓഡിയോ വിഷ്വൽ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ്. ഫോർച്ചുനേറ്റ്ലി ദാറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. കാരണം ഈ ഒരു പഴയ ഹിസ്റ്ററി റീക്രിയേറ്റ് ചെയ്യുക, റിസോഴ്സസ് വളരെ മിനിമം, there was no technology to back you up those days. Indian Jeweler, now all over GCC. Mind Diamonds from Malabar.